ഡൽഹി ചെങ്കോട്ട സ്ഫോടനക്കേസിലെ പ്രതിയായ വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദ് ദുബായിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായി കണ്ടെത്തി. ഭീകരാക്രമണ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഫരീദാബാദ് അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഷഹീന്റെ പാസ്പോർട്ട് അപേക്ഷയുടെ പരിശോധനയ്ക്കിടെ എടുത്ത ഫോട്ടോ പോലീസ് പരസ്യപ്പെടുത്തി. ലക്നൌ സ്വദേശിയും ഭീകര സംഘത്തിലെ പ്രധാനികളിൽ ഒരാളുമായ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനായുടെ സഹപ്രവർത്തകയും സുഹൃത്തുമായ ഡോക്ടർ ഷഹീൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചത് അടുത്തിടെയാണ്. ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘം പദ്ധതിയിട്ടിരുന്ന ഭീകരാക്രമണ പരമ്പരയ്ക്ക് മുമ്പായോ പിന്നീടോ രാജ്യം വിടാൻ ലക്ഷ്യമിട്ടാണ് ഷഹീൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചതെന്ന് അന്വേഷണ സംഘം പറയുന്നു. പാക് ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരിയുടെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ തീവ്രവാദി ഗ്രൂപ്പ് ഇന്ത്യയിൽ രൂപീകരിക്കാൻ ഷഹീനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. വനിതാ ഡോക്ടറുടെ പാസ്പോർട്ട് അപേക്ഷയുടെ ഭാഗമായുള്ള പോലീസ് വെരിഫിക്കേഷനിടെയാണ് സംഘാംഗമായ ഡോക്ടർ മുസമ്മിലിന്റെ വാടക കെട്ടിടത്തിൽ നിന്ന് വൻ സ്ഫോടക ശേഖരം കണ്ടെടുത്തത്. കഴിഞ്ഞ മാസം 30-ന് ഫരീദാബാദിൽ നിന്ന് മുസമ്മിലിനെയും ആദിൽ അഹമ്മദ് റാത്തറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. അൽഫല മെഡിക്കൽ കോളേജിലെ ഇവരുടെ മറ്റൊരു സഹപ്രവർത്തകനായ ഡോക്ടർ ഉമർ നബി ഇതിനിടെ ചെങ്കോട്ടയിൽ ചാവേറാക്രമണം നടത്തി. ഇതേ തുടർന്നാണ് പാസ്പോർട്ട് അപേക്ഷകരുടെ ഭീകരബന്ധം വെളിവായത്. കൂട്ടാളികളുടെ അറസ്റ്റിനെയും ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് ഷഹീനയുടെ നീക്കങ്ങൾ ഫരീദാബാദ് പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 3-ന് അൽഫല സർവകലാശാല ക്യാമ്പസിലേക്ക് അവളുടെ ഫോട്ടോ എടുക്കാൻ പോലീസുകാരെ അയച്ചു. ഡോക്ടർ ഷഹീനെ 11-ന് ലക്നൌവിൽ അറസ്റ്റ് ചെയ്തതോടെ ഇവരുടെ ഭീകരബന്ധം വ്യക്തമായി. ജമ്മു കാശ്മീർ, ഹരിയാന, ഡൽഹി, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ഡോക്ടർമാരുടെ വെള്ളക്കോളർ ഭീകര ശൃംഖലയുടെ കൂടുതൽ ചുരുളുകൾ അന്വേഷണത്തിൽ പുറത്തുവരുമെന്ന് പോലീസ് അറിയിച്ചു. ഇതേ തുടർന്നാണ് ഡോക്ടർ ഷഹീന്റെ ഭീകരബന്ധം പുറത്തുവന്നത്.